ഹായ് ഡിയേഴ്സ്, പൂജ്യത്തിൽ നിന്ന് ആരംഭം എന്ന നമ്മുടെ സ്റ്റിച്ചിങ് സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 3 ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റിച്ചിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലേ തയ്യൽ മെഷീൻ. അപ്പോൾ തയ്യൽ മെഷീനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലെങ്കിലും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ തയ്യൽ മെഷീൻ്റെ പാർട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പാർട്സാണ് ബാലൻസിങ് വീല്. ഈ വീലിനെ നമ്മൾ ബാലൻസിങ് വീൽ എന്നാണ് പറയുന്നത്. കാരണം ഈ വീല് വെച്ച് വേണം നമ്മൾ തയ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ വീല് കറക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ആവുകയുള്ളൂ. മോട്ടർ ഇല്ലാത്ത മെഷീനിലാണേ, മോട്ടറുള്ള മെഷീനാണെങ്കിൽ നമ്മൾ മോട്ടർ പ്രസ് ചെയ്താൽ തന്നെ അങ്ങ് കറങ്ങിക്കോളും. ഓക്കെ, അപ്പോൾ മോട്ടർ ഇല്ലാത്ത മെഷീനാണെങ്കിൽ നമ്മൾ ഈ ബാലൻസ് വീല് കറക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് തൊട്ടടുത്തായി ഈ കാണുന്ന പാർട്സിന് പറയുന്ന പേരാണ് ബോബിൻ വൈൻഡർ. ബോബിൻ കേസിൽ നമ്മൾ നൂല് ചുറ്റിയെടുക്കുന്നത് ഈ ഒരു പാർട്സിൽ ഇട്ടിട്ടാണ്. ഓക്കെ, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ നിങ്ങളെ പേര് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ബോബിൻ വൈൻഡർ. ഓക്കെ, അതിന് തൊട്ട് താഴെ കാണുന്ന ഈ ഒരു പാർട്സിന് നമ്മൾ പറയുന്ന പേരാണ് ടെൻഷൻ ബ്രാക്കറ്റ്. അതായത് നമ്മൾ ബോബിൻ കേസിൽ നൂല് ചുറ്റുമ്പോഴത്തേക്കും ആ നൂല് ബോബിൻ കേസിൽ കറക്റ്റ് ഒരു രീതിയിൽ നമ്മൾ കറക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നൂല് നമ്മൾ ഈ ഒരു പാർട്സിൽ കൂടി വേണം നൂല് കടത്തിവിടാൻ, എന്നിട്ട് വേണം ബോബിൻ കേസിലോട്ട് ചുറ്റാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ടെൻഷൻ ബ്രാക്കറ്റ്. ഓക്കെ, അതിന് തൊട്ട് മുകളിലായി കാണുന്ന ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ത്രെഡ് റെഗുലേറ്റർ. ഈ ഒരു പാർട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ത്രെഡിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്ന് നമ്മൾ ഈ റെഗുലേറ്റർ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ റെഗുലേറ്ററിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നമ്പേഴ്സ് കാണാം അല്ലേ, 0 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് അവിടെ ഉണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വിഡ്ത്ത് എത്രത്തോളം വേണമെന്ന് നമുക്ക് ഈ നമ്പർ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പാർട്ടിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുകളിലോട്ടും താഴോട്ടുമായിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ കഴിയുന്നതാണ്. റെഗുലേറ്റർ നമ്മൾ മുകളിലോട്ടാണ് വെക്കുന്നതെങ്കിൽ സ്റ്റിച്ചിങ് മുന്നോട്ടായിരിക്കും പോകുന്നത്. താഴേക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ സ്റ്റിച്ചിങ് ബാക്കിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലും താഴെയുമായിട്ടും വെക്കുന്നത്. സെൻറ്ററിൽ വെച്ചാൽ സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് കിട്ടുകയില്ല, കാരണം മൂവ്മെൻറ്റ് നടക്കത്തില്ല. നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെക്കുന്നത് നമ്പർ 3യിലാണ്. ഓക്കെ, ആ റെഗുലേറ്റർ നമ്പർ 3യിൽ വെച്ചാണ് നമ്മൾ നോർമലായിട്ടും സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും വിശദീകരിച്ച് തരാം. ഇതിൽ ഒരുപാട് വിശദീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത പാർട്ടിൻ്റെ പേരാണ് ത്രെഡ് ഗൈഡർ. ഇതെന്ന് പറയുന്നത് നമ്മൾ നൂല് സെറ്റ് ചെയ്യുമ്പോൾ, നൂല് നമ്മൾ തയ്യൽ മെഷീനിൽ ഇടുമ്പോഴത്തേക്കും അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഇത്. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. ഇനി അതിന് തൊട്ട് താഴെയായി വരുന്ന ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ത്രെഡ് ടെൻഷൻ ഡിസ്ക്. ഈ 2 ഡിസ്കുകളിൽ കൂടിയാണ് നമ്മൾ നൂല് കടത്തിവിടുന്നത്. അവിടെ ഒരു 2 ഡിസ്ക് കണ്ടോ, ആ ഡിസ്കിൽ കൂടെയാണ് നമ്മൾ ആ നൂല് നമ്മൾ കടത്തി വിടുന്നത്. അപ്പം അതിന് തൊട്ടടുത്തുള്ള ആ ഒരു നോബ് കണ്ടോ, ആ നോബ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്നും നമ്മുടെ നൂല് എത്രത്തോളം സ്മൂത്തിൽ വരണം, ടൈറ്റ് വേണോ ലൂസ് വേണോ എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഈ പാർട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അതിന് തൊട്ട് മുകളിലായി കാണുന്ന ഈ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ത്രെഡ് ടേക്കപ്പ് ലിവർ. ഓക്കെ, നമ്മൾ ആ ഡിസ്കിൽ നിന്നും വരുന്ന നൂല് വലിച്ചെടുക്കാൻ, നമുക്ക് കൈവച്ച് വലിച്ചെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അപ്പോൾ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഈ ലിവർ. ഈ ലിവറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിരിക്കും നമുക്ക് നൂല് കടന്നു വരാനായിട്ട്. ഓക്കെ, നമ്മുടെ ബാലൻസ് വീല് കറക്കുന്നതിനനുസരിച്ചാണ് ഈ ലിവർ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പാർട്സിൻ്റെ പേരാണ് നീഡിൽ ബാർ. ഈ നീഡിൽ ബാറിലാണ് നമ്മൾ നീഡിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നീഡിൽ ബാറിനെയും നീഡിലിനെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ നീഡിൽ ക്ലാമ്പ് എന്ന് പറയും. ഓക്കെ, ഈ നീഡിൽ ക്ലാമ്പാണ് നീഡിൽ ബാറിൽ നീഡിൽ നമുക്ക് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അതിന് തൊട്ട് പുറകിലായി കാണുന്ന ഈ ഒരു ബാറിനെ പറയുന്ന പേരാണ് പ്രഷർ ബാർ. ഓക്കെ, ഈ പ്രഷർ ബാർ മുകളിലത്തെ ഒരു പാർട്ടുമായിട്ട് കണക്റ്റാണ്. അതായത് മുകളിൽ കാണുന്ന ഈ ഒരു സ്ക്രൂ ഉണ്ടോ, ഈ ഒരു സ്ക്രൂവിനെ നമ്മൾ പ്രഷർ റെഗുലേറ്റിംഗ് തമ്പ് സ്ക്രൂ എന്നാണ് പറയുന്നത്. ഈ ഒരു തമ്പ് സ്ക്രൂവും ഈ പ്രഷർ ബാറും കണക്റ്റഡ് ആണ്. അതിന് താഴെയായി കാണുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ ഫുട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാർട്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയും. ഓക്കെ,
ഇനി അതിന് പുറകിലായി കാണുന്ന ഇതിനെ നമ്മൾ പറയുന്നതാണ് പ്രഷർ ബാർ ലിഫ്റ്റർ. അതായത് ഈ പ്രഷർ ഫുഡ് നമുക്ക് മുകളിലേക്ക് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്ററാണ് ഈ ഒരു പാർട്ട്. താഴെ കാണുന്ന ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് നീഡിൽ പ്ലേറ്റ്. അതായത് നമുക്ക് താഴത്തെ ഒരു പാർട്ടിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ നീഡിൽ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ പ്രഷർ ഫുഡിന് താഴെയായി കാണുന്ന ആ പല്ല് പോലത്തെ സാധനത്തിന്, അതായത് ആ പ്രഷർ ഫുഡ് പൊക്കുമ്പോൾ നമുക്ക് അവിടെ തൊടുമ്പോൾ നമുക്ക് അറിയാമല്ലേ ഒരു പല്ല് പോലെ ഇരിക്കുന്നു, അതിനെ നമ്മൾ ഫീഡ് ഡോഗ് എന്ന് പറയും. അതായത് നമ്മുടെ തുണി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ആ ഒരു പാർട്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ സ്ലൈഡ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ചില മെഷീനിൽ ഇതുപോലെ പൊക്കുകയും താക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സ്ലൈഡിങ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. ചില മെഷീനിൽ അങ്ങനെയല്ല, നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ അത് നീങ്ങിപ്പോകുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി നമ്മൾ മെഷീൻ്റെ താഴെയായിട്ട് വരുമ്പോൾ കാണുന്ന കുറച്ച് പാർട്സും കൂടെ നമുക്ക് നോക്കാം. ഈ താഴെ കാണുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്നത് ബോബിൻ കേസ് എന്നാണ്. ഓക്കെ, അതിനകത്തിരിക്കുന്ന ഈ ഒരു പാർട്ടാണ് ബോബിൻ. ഈ ബോബിൻ വെക്കാനുള്ള ഒരു കേസാണ് ബോബിൻ കേസ്. ഓക്കെ, ഈ ബോബിൻ കേസ് വെക്കുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷട്ടിൽ. ഓക്കെ, ഈ ഒരു ഷട്ടിലാണ് നമ്മൾ ബോബിൻ കേസ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ ഈ കാണുന്ന വീലിനെ പറയുന്നതാണ് ബാൻഡ് വീല്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് ഈ വീലിലായിരിക്കും. താഴെ കാണുന്ന ഈ പെഡലിനെ പറയുന്നതാണ് ഫുഡ് പെഡൽ. അതായത് നമ്മൾ കാല് വെച്ച് അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് അതിനെ ഫുഡ് പെഡൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എളുപ്പമാണ് പഠിക്കാനൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഓക്കെ, മുമ്പ് ആരോ എന്നോട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് തയ്യൽ മെഷീനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഉഷയുടെ നോർമൽ തയ്യൽ മെഷീനാണ് കേട്ടോ. ഈ മെഷീൻ എടുത്തിട്ട് 10 വർഷമായി. ഇതുവരെ വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും നമുക്ക് പറയാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സാധാ നോർമലായിട്ട് വരുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയ പ്രോബ്ലം എന്നല്ലാതെ ഒരു പാർട്സും ഇതിൽ മാറാനായിട്ട് വന്നിട്ടില്ല. നല്ലൊരു തയ്യൽ മെഷീനാണ്. അപ്പം നോർമൽ തയ്യൽ മെഷീൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ ടോപ്പ് മോഡലൊക്കെ നമുക്ക് എടുക്കാം. ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നവർ ഈ ബിഗിനേഴ്സ് എല്ലാം ഈ നോർമൽ തയ്യൽ മെഷീൻ തന്നെ എടുക്കുക. ഇതുകൂടാതെ എനിക്ക് വേറൊരു തയ്യൽ മെഷീനും കൂടെ ഉള്ളത് സിംഗറിൻ്റെ ഈ ഇലക്ട്രിക് തയ്യൽ മെഷീനാണ് കേട്ടോ. നമുക്ക് ചെറിയ രീതിയിൽ ത്രെഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തയ്യൽ മെഷീനാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല. ബിഗിനേഴ്സ് ആയവർ ചവിട്ടി പഠിക്കാനായിട്ട് നോർമൽ തയ്യൽ മെഷീൻ തന്നെയാണ് വാങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.